ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക്, കർത്തൃദാസന്മാർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. പ്രാർത്ഥനയോട് നമുക്ക് വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ഒരാഴ്ച കൂടെ കർത്താവ് നമ്മളെ സഹായിച്ചു, പരിപാലിച്ചു, വേണ്ടതൊക്കെ ഒരുക്കി തന്നു. ജീവിതയാത്രയിൽ നേരിടാമായിരുന്ന പ്രതിസന്ധി, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, നമ്മളറിയാതെ തന്നെ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ പല വിപത്തുകൾ, അനർത്ഥങ്ങൾ, ഇതൊക്കെ കർത്താവ് നമ്മളോടടുക്കാതെ ദൈവത്തിൻ്റെ പരിപാലനം നമുക്കുണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് പകൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് നമുക്കിടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി കർത്താവ് നമ്മുടെ മേൽ ചൊരിയേണ്ടതിന് പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ, 1, 2, 3 വാക്യങ്ങൾ വായിച്ചാട്ടെ. മതി. സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം പാടുമ്പോൾ തൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു പ്രതിസന്ധിയുണ്ട്. അതെന്താണെന്ന് വ്യക്തമാകുന്നില്ല. എങ്കിലും ശൗൽ തന്നെ ആക്രമിക്കാൻ ഒരുമ്പെടുന്ന ഏതോ സാഹചര്യമാകാൻ സാധ്യതയുണ്ട്. കാരണം 1-ാം വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കലേക്ക് വേഗം വരണമേ എന്ന് പറഞ്ഞാൽ ഉണെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു എമർജൻസി പ്രയറാണ്. കർത്താവേ, പ്രശ്നമാണ്, വേഗം വന്നേ ഒക്കത്തുള്ളൂ. ഇതാ താൻ പ്രാർത്ഥനയുടെ ആശയം. നമുക്കറിയാം, പല പ്രാർത്ഥനകളുണ്ട്. ഇമ്മീഡിയറ്റ് ഓൺ ദ സ്പോട്ട് ആൻസർ കിട്ടേണ്ട പ്രാർത്ഥനകളുണ്ട്. ചിലത് നമുക്ക് സാരമില്ല, നാളെ കിട്ടിയാലും മതി, അല്ലെങ്കിൽ ഒരാഴ്ച കിട്ടിയാലും മതി. പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ തന്നെ തിരിക്കുമല്ലോ. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിച്ച് അന്നേരം തീ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ഏലിയാവ് തിരിച്ചു പോകാൻ നടക്കത്തില്ല. അതുപോലത്തെ കേസിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഓടിയെത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പറഞ്ഞല്ലോ, ചില അത്ര സീരിയസ് അല്ലാത്ത വിഷയത്തിന് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവെ മറുപടി കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിലും സ്തോത്രം, ഇന്ന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം മറുപടി തരുന്നത് നമ്മുടെ ആശയമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന പ്രത്യേക പദം നമ്മൾ ശ്രദ്ധിക്കണം. എന്നൂടെ വായിച്ചോളാം, ആദ്യ ഭാഗം മാത്രം. കാരണം അതുപോലൊരു കണ്ടീഷൻ താൻ നിൽക്കുക. കർത്താവേ, വേഗം വന്നേ പറ്റത്തുള്ളൂ. താൻ പ്രാർത്ഥിച്ചു വരുമ്പോൾ ഞാൻ ആ ഭാഗത്തൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ രാത്രി ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇരുന്നപ്പോൾ ദൈവോത്മാവ് ഇടപെട്ടൊരു ചിന്ത മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. പശ്ചാത്തലം എന്തും ആയിക്കോട്ടെ, വേഗം വന്നേ പറ്റത്തുള്ളൂ. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ താൻ ഇത് മാത്രമല്ല, 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? എൻ്റെ പ്രാർത്ഥന അങ്ങനെയെങ്കിൽ വൈകിട്ടത്തെ പ്രാർത്ഥനയാണ്. കർത്താവേ, ഇതൊരു സന്ധ്യായാഗമാകട്ടെ. കിടക്കും മുമ്പോ അല്ലെങ്കിൽ ആ ഇരുട്ട് വ്യാപരിക്കുന്ന സമയത്തോ, ഒരുപക്ഷെ ഗുഹകളിലോ ഏതെങ്കിലും മരുഭൂമിയിലോ ആ കാടുകളിലോ ആ പ്രത്യേക സാഹചര്യങ്ങളിൽ കർത്താവെ, ആ സന്ധ്യയെങ്കിൽ ഭീതി വർദ്ധിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഒരു സന്ധ്യായാഗമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം വന്ന് സഹായിച്ചേ മതിയാകത്തുള്ളൂ, ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥനയിൽ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ഒരു പ്രത്യേക പദം പറയുന്നു. വായിച്ചോളൂ. മതി. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിച്ച ഭക്തൻ കൂട്ടത്തിലൊരു വാക്കൂടെ പറഞ്ഞെന്തുവാ? വായ്ക്ക് കാവൽ നിർത്തണം, എൻ്റെ അധരദ്വാരം എന്ന് പറഞ്ഞാൽ എൻ്റെ വായ്ക്കൊരു സെക്യൂരിറ്റിയെ നിർത്തണമെന്ന്. പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വാക്ക് പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥിച്ചോ, തെറ്റൊന്നുമില്ല.
എന്തുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത് എനിക്ക് സെക്യൂരിറ്റി വേണം? സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ നാവിന് വേണമെന്ന്. നമുക്കറിയാമല്ലോ എന്തിനാണ് സെക്യൂരിറ്റിയെ നിർത്തുന്നത്? വരുന്നതിനെയും പോകുന്നതിനെയും എല്ലാം കയറ്റിവിടാനല്ല, ആവശ്യമുള്ളവരെ മാത്രം കയറ്റിവിടാൻ. നമുക്കറിയാമല്ലോ ചില പ്രത്യേക സാഹചര്യം കയറി ചെല്ലുമ്പോൾ കാർഡ് കാണിക്കേണ്ടി വരും. അംഗീകാരമുള്ളവർക്ക് മാത്രമേ കയറാനൊക്കത്തുള്ളൂ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഭക്തൻ പറയുന്നത്, എൻ്റെ വായ്ക്ക് കാവൽ നിർത്തണം, എൻ്റെ നാവിലൂടെ ദൈവമേ അങ്ങേക്ക് ഹിതമുള്ളത് മാത്രം ഇറങ്ങിപ്പോയാൽ മതി. ഇതാണ് ആ പറഞ്ഞതിൻ്റെ ആശയം. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയും ഇതുമായിട്ട് എന്താ ബന്ധം? പ്രാർത്ഥിക്കുന്നത് ദൈവമേ എൻ്റെ അടുക്കലേക്ക് ഓടി വരണമേ, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥനക്കാരൻ്റെ ജീവിതവും ദൈവം നോക്കുന്നുണ്ട്. നമ്മളതേക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ഓർക്കണം. ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല ദൈവത്തിന് വിഷയം. ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ നാവിൽ നിന്ന് അവിവേകമുള്ളൊരു വാക്ക് വന്നാൽ എൻ്റെ പ്രാർത്ഥന കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നമ്മൾ ദൈവസന്നിധിയിൽ ചെന്നേച്ച് വീണ്ടും പറയും, കർത്താവേ ഞാൻ ദിവസം ഇത്ര സമയം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്നാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊരു നീണ്ട ലിസ്റ്റ് കാണും. ഈ ലിസ്റ്റൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്താ കർത്താവേ തരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് മന്ദമായ ശബ്ദത്തിൽ നമ്മളോട് പറയാനുള്ളത്, നീ പ്രാർത്ഥിച്ചു, ആ നാവ് കൊണ്ട് നീ എന്നെ സ്തുതിച്ചു, ആ നാവ് കൊണ്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ നീ ചെയ്തു, പക്ഷെങ്കിൽ ആ നാവ് കൊണ്ട് എനിക്ക് ഹിതമല്ലാത്തത് എന്തൊക്കെയോ നിൻ്റെ നാവിലൂടെ പുറത്തു വന്നെങ്കിൽ എനിക്ക് ഈ പ്രാർത്ഥന ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. 66 സങ്കീർത്തനം ഒന്ന് എടുക്കാമോ? അതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യം ഒന്ന് വായിച്ചേ. അകൃത്യം കരുതാതിരുന്നെങ്കിൽ എന്നൊരു വാക്യമുണ്ടല്ലോ. 18 വാക്യം വായിച്ചോളൂ. ശരിയാ, വായിക്കേ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ, വായിച്ചോളൂ. മതി. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടെ നമ്മളൊന്ന് പരിശോധിക്കുന്നതല്ല. പ്രാർത്ഥന ആവശ്യമാണ്, വേണ്ടെന്നല്ല, നല്ലതാണ്. എത്രയും പ്രാർത്ഥിക്കാൻ കഴിയുമോ പ്രാർത്ഥിക്കണം, എത്രയും ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമോ സംസാരിക്കണം. ആ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ അകൃത്യമുണ്ടെങ്കിൽ, അപ്പം ന്യായമായ ചോദ്യം ഉണ്ടാകാം, അകൃത്യം എവിടെ ഇരിക്കുന്നത്? മത്തായി സുവിശേഷം കൂടെ നിർക്കാമോ? 12 അവിടുത്തെ യേശു കർത്താവ് പറയുന്നൊരു വാക്കൂടെ ഇതോട് ചേർത്തങ്ങ് പറയാം. 12:34 വാക്യം വായിച്ചേ. മതി. ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ. അപ്പം 66 സങ്കീർത്തനം നമ്മൾ വായിച്ചത് എന്താ? എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കത്തില്ല. സങ്കീർത്തനക്കാരൻ ധൈര്യത്തോട് പറയുന്ന അടുത്ത വാക്ക് എന്നാൽ, വാക്യം വായിച്ചോളൂ. അടുത്ത വാക്യം, എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? എൻ്റെ ഹൃദയത്തിൽ എന്തില്ല? അകൃത്യമില്ല. താൻ പറയുകയാണ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, കാരണം എൻ്റെ ഹൃദയത്തിൽ അകൃത്യമില്ല. എൻ്റെ ഹൃദയത്തിൽ അകൃത്യമുണ്ടെങ്കിൽ ദൈവം കേൾക്കത്തില്ലായിരുന്നു. ഇനി ഉള്ളിൽ അകൃത്യമുണ്ടോ എന്ന് എങ്ങനെ അറിയാം? യേശു കർത്താവ് പറഞ്ഞ ഈ വാക്കെടുത്താൽ മതി. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ്. അപ്പം എൻ്റെ നാവിലൂടെ ദൈവഹിതമല്ലാത്തത് വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഹൃദയത്തിൽ അകൃത്യമുണ്ട്. ഇത് കവിയുമ്പോൾ വായിലൂടെ പുറത്തു വരുന്നു. ഇത് കവിയാത്രത്തോളം ഉള്ളിലടങ്ങിയിരിക്കുന്നു. ചില സമ്മർദ്ദം വരുമ്പോൾ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് കവിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഓർത്തോണം, ഉള്ളിൽ അകൃത്യമുണ്ട്. ഈ അകൃത്യം ഉള്ളിലുള്ള വ്യക്തി പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ആ വാക്യത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ മടങ്ങി വരുന്നു. യഹോവേ എൻ്റെ വായ്ക്ക് കാവൽ നിർത്തി. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, പ്രാർത്ഥനയിൽ ഈ വാക്കുച്ചരിക്കുന്നത് ഒത്തിരി നല്ല. കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന എൻ്റെ നാവിലൂടെ
അകൃത്യം പുറത്ത് ചാടരുത്. ഉള്ളിലുള്ളത് കൊണ്ടല്ലേ പുറത്ത് വന്നത്. 19-ാം സങ്കീർത്തനത്തിലും ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന അവസാന ഭാഗത്ത് വായിക്കണമെന്നില്ല, ഞാൻ ആ വാക്യം പറയാം. യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ പ്രസാദമായിരിക്കണം. എൻ്റെ വാക്ക്, എൻ്റെ ധ്യാനം ഹൃദയത്തിൽ, വാക്ക് നാവിൽ, ഇത് ദൈവമേ പ്രസാദമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമില്ലാത്തതെൻ്റെ ഹൃദയത്തിലും ദൈവത്തിന് പ്രസാദമില്ലാത്തതെൻ്റെ വാക്കിലും വന്നാൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. നമ്മൾ ദൈവസന്നിധിയിൽ വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളൊക്കെ പ്രാർത്ഥനക്കാരാണ്, നമ്മളെല്ലാവരും പ്രാർത്ഥനക്കാരാണ്. നമ്മളെക്കുറിച്ച് ഇന്ന് കാലത്തല്ല, പണ്ട് കാലത്തൊക്കെ സമുദായക്കാരുടെ ഇടയിൽ, മറ്റുള്ളവരുടെ ഇടയിൽ പറയുന്നുണ്ട് അവർ പ്രാർത്ഥനക്കാരെന്ന്. ഇന്ന് അത്രത്തോളം ആൾക്കാർ സർട്ടിഫൈ ചെയ്യുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നവരുണ്ട് നമ്മളെക്കാൾ. എനിവേ, ഒരു കാലത്ത് പ്രാർത്ഥനക്കാർ, നമ്മൾക്ക് ആ പേരൊന്ന് തിരിച്ചു പിടിക്കണം, നമ്മൾ പ്രാർത്ഥനക്കാരാണ്. എന്നാൽ ഞാൻ വീട്ടിൽ പറഞ്ഞോട്ടെ, ഈ പ്രാർത്ഥനക്കാർ ഈ വാക്കൂടെ ചേർത്ത് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ വായ സൂക്ഷിക്കണേ. ഞാൻ പറഞ്ഞല്ലോ, ഇല്ല എങ്കിൽ എൻ്റെ പ്രാർത്ഥന ക്യാൻസൽഡ് ആകും. യെസ്, ഹല്ലേലൂയ. എത്ര മെച്ചമായ ആഹാരം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭക്ഷിക്കാനായിട്ട് എടുത്ത് പാത്രത്തിൽ വെച്ചു, ആ സമയത്ത് പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു പല്ലി വന്ന് വീണെന്ന് കരുതുക, എന്താ പറയുക? പിന്നെ കഴിക്കുമോ? നല്ലതാ, പക്ഷേ ഒരു കൊച്ചു പല്ലിയേ വീണുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്ത അതിനകത്ത് വന്നു, നമ്മൾ എന്ത് ചെയ്യും? ദൈവസന്നിധി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഓർത്തോണം, എൻ്റെ വായ്ക്ക് കാവലില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെങ്കിൽ എൻ്റെ വായ്ക്ക് കാവൽ കൊടുക്കാതെ എൻ്റെ നാവിലൂടെ എൻ്റെ ദൈവത്തിന് പ്രസാദമല്ലാത്ത ധ്യാനം അത് ഹൃദയം നിറഞ്ഞു കവിഞ്ഞപ്പോൾ പുറത്തു വന്ന്, വായിലൂടെ പുറത്തു വന്നിട്ട്, ദൈവമേ ആൻസർ താ, മറുപടി താ. കർത്താവിന് പറയാനുള്ളത് നോ. നമ്മൾ വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കുക. ചില പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തതിൻ്റെ കാരണം എന്തെന്ന് അവരവരെ ഒന്ന് ചോദിച്ച് എഴുതോണം. എന്തുകൊണ്ടാണ് എൻ്റെ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത? നമ്മൾ വളരെ ഗൗരവത്തോടെ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. ദൈവത്തോട് ചോദിയില്ല, കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം, എൻ്റെ വായിലെ വാക്കുകൾ അങ്ങയ്ക്ക് പ്രസാദമാണോ? കർത്താവേ, എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ദാവീദിൻ്റെ ഈ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? യഹോവേ, എൻ്റെ വായ്ക്ക് കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. എന്നെക്കൊണ്ട് പറ്റത്തില്ല കർത്താവേ, ഞാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അങ്ങയുടെ ആത്മാവ് എൻ്റെ നാവിനെ ഒന്ന് ശുദ്ധീകരിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യെസ്, ഹല്ലേലൂയ. ദൈവം ശുദ്ധീകരിച്ചില്ല എങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം പ്രശ്നമാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലേക്കൊന്ന് വരാമോ? 1-ാം വാക്യം പ്രാരംഭത്തിലൊന്ന് വായിച്ചോളൂ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം. ആ ആ അതിൻ്റെ 6-ാം വാക്യം വായിച്ചോളൂ. ഇടഭാഗം കൂട്ടാരെ, അല്ല 5 വായിച്ചേ. അയ്യോ, ആ ആ ആ മതി. ഇതാരോടാ പറയുന്നത്? യെശയ്യാവിനോടാ. യെശയ്യാവ് ആരാ? ആ 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഭാഗം ഒന്ന് ശ്രദ്ധിക്കാമോ? അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇത് നിൻ്റെ ആദരങ്ങളെ. ആ ആ അല്ലെങ്കിൽ പ്രവാചകൻ്റെ നാവിലിപ്പോൾ എന്തുണ്ട്? ഞാൻ ഈ വാക്യം കൂടെ എടുത്ത് വായിപ്പിച്ചത് പെട്ടെന്നൊരു പിൻ ഡ്രോപ്പ് സൈലൻസ് ഇതിനകത്ത് വന്നതുകൊണ്ടാണ്. ഇന്ന് ഒരു കറക്ഷൻ്റെ തൂത് ദൈവം എന്നെ ഏൽപ്പിച്ചത്, അതെനിക്ക് പറയാനൊക്കത്തുള്ളല്ലോ. ആശ്വാസൻ്റെ തൂത് തന്നാൽ അത് പറയാം. നമ്മൾ ഓർക്കണം, പ്രവാചകന 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് തുടങ്ങി. ഇസ്രായേലിനെ കുറ്റം പറയില്ല. കാള തൻ്റെ ഉടവനെ അറിയുന്നു, കഴുത തൻ്റെ
യജമാൻ്റെ പുൽത്തട്ടി എറിയുന്നു. എൻ്റെ ജനത്തിന് എന്നെ അറിയത്തില്ല, എൻ്റെ അകൃത്യഭാരം ചുമക്കുന്ന ജനം. കാണുന്നവരെയെല്ലാം നമ്മുടെ ഭാഷ പറഞ്ഞാൽ കാടടച്ചങ്ങ് വെടിവെക്കുക. തൻ്റെ ധാരണ എന്തോന്നറിയാമോ? ഞാൻ ഭക്തൻ, ഞാൻ പ്രവാചകൻ, നിങ്ങളെല്ലാം മോശക്കാര് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തൽ മാത്രം. ആരുടെ നാവിലൂടെ ഇത് വരുന്നത്? പ്രവാചകൻ്റെ നാവിലൂടെ. എന്നാൽ കാലം മുന്നോട്ട് ചെന്നപ്പം ദൈവം പറഞ്ഞു, നീ വലിയ ഭക്തനാണെന്നാ നിൻ്റെ ധാരണ, പക്ഷെ നിൻ്റെ നാവോ? എന്നിട്ട് പറഞ്ഞോട്ട് നീ പ്രവാചകനാ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞ നീ പാസ്റ്ററാ, നീ വലിയ ശുശ്രൂഷയുള്ളവനാ, കാണുന്നവരെല്ലാം കുറ്റക്കാര്, പക്ഷെ നീയോ? നിനക്കും പ്രശ്നമുണ്ട്. സ്വർഗത്തിലെ ആ അഗ്നി, 6-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചോളൂ, 6 വായിച്ചോളൂ. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ ആ ആ ആ ആ എൻ്റെ അടുക്കൽ പറന്ന് വന്ന് സ്വർഗത്തിലെ തീക്കനലും കൊണ്ട് ഒരു കുടിലിൽ പിടിച്ചുകൊണ്ട് സറാഫുകളിൽ ഒരുത്തൻ യെശയ്യാവിൻ്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് തൻ്റെ വായ്ക്ക് തൊടുവിച്ചു. മതി. വളരെ ഗൗരവത്തോടെ ഓർക്കുക. നിങ്ങൾ പിന്നീട് സമയം പോലെ വായിച്ചു നോക്കുക. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നവരോടെല്ലാം പറയുക, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, നീ പോക്ക, നീ ശരിയല്ല, നിനക്കാ കുഴപ്പം, ഈ കുഴപ്പം. 6-ാം അധ്യായത്തിൽ ശരിയായ ദർശനം കിട്ടിയപ്പോൾ താൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അയ്യോ. ആ വാക്യം എങ്ങനെ വായിച്ചത്? അയ്യോ, അയ്യോ എനിക്ക്. ഇതാ ശരിയായ മാനസാന്തരം. നമ്മളിടയ്ക്കൊക്കെ പറ, കർത്താവേ എനിക്ക് മാനസാന്തരം. ഒന്നുകൂടെ കടന്ന് പറയട്ടെ, കർത്താവേ എൻ്റെ നാവിന് മാനസാന്തരം ആവശ്യമുണ്ട്, എനിക്ക് മാനസാന്തരം ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതുവരെ തൻ്റെ ധാരണ താൻ പ്രവാചകനാണ്, ദൈവിക വെളിപ്പാട് കിട്ടുന്നുണ്ട്, ദർശനം കിട്ടുന്നുണ്ട്, കൊട്ടാരത്തിലെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്, ആ ഹുസിയാ രാജാവിൻ്റെ അടുത്തൊരു ബന്ധുവെന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൽ സ്വാതന്ത്ര്യമായി കയറിയിറങ്ങാവുന്ന അത്ര ഉന്നതനായ ഒരു മനുഷ്യനാണ് യെശയ്യാവ്. താനപ്പോൾ ചിന്തിക്കുന്ന മുഴുവൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കിൽ തൻ്റെ കുഴപ്പം തൻ്റെ നാവെടുത്ത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. ഇന്ന് പകൽ ഈ വചനത്തിന് മുമ്പാകെ ദൈവമക്കളെ, എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തണമേ, എൻ്റെ അധരദ്വാരത്തെ അങ്ങ് കാക്കണം കർത്താവേ, വേണ്ടാത്തത് പുറത്തു പോകാതിരിക്കാൻ. ഒന്നുകൂടെ കടന്നു പറയട്ടെ, ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഹൃദയത്തിൽ വല്ലതും നിറഞ്ഞു കവിഞ്ഞാൽ അത് വായിൽ പ്രസ്താവിക്കും. കർത്താവേ, അങ്ങയ്ക്ക് പ്രസാദമുള്ള ചിന്തകൾ, അങ്ങയ്ക്ക് പ്രസാദമുള്ള ധ്യാനം, അങ്ങയ്ക്ക് പ്രസാദമുള്ള വാക്കുകൾ പറവാൻ എനിക്ക് കൃപ തരണമേ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന നല്ലത്. ഈ വാക്കൂടെ ചേർത്തോണേ. ദാവീദ് ദൈവസന്നിധി പ്രാർത്ഥിച്ചു, എമർജൻസി പ്രയറാണ്. ഞാൻ പറഞ്ഞല്ലോ, വേഗം ഓടിയെത്തേണ്ട കേസാണ്. പക്ഷെങ്കിൽ അവിടെ തനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവേ, ശൗലിനെതിരെ വേണ്ടാത്തതൊന്നും പറയാൻ എന്നെ അനുവദിക്കരുത്. എന്നെ കൊല്ലാൻ വരിക, എന്നെ തകർക്കാൻ വരിക, എന്നെ നശിപ്പിക്കാൻ വരിക, പക്ഷെങ്കിൽ അവനെതിരെ വേണ്ടാത്തതൊന്നും പറയാൻ കർത്താവേ എന്നെ അനുവദിക്കരുത്. ഇതാണ് ആ ഭക്തൻ്റെ പ്രാർത്ഥന. നല്ല മാതൃകയുള്ളൊരു പ്രാർത്ഥനയാണ് ദൈവമക്കളെ. നമ്മുടെ പ്രാർത്ഥനയിലും ഈ ഒരു വാചകം നമുക്ക് ചേർത്താൽ ഏറ്റവും നല്ലതാണ്. ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ദീർഘമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വേദപുസ്തകത്തിൽ ഒത്തിരി ചരിത്രങ്ങൾ ഉണ്ട്, നാവുകൊണ്ട് അനർത്ഥം വരുത്തിയ ചരിത്രങ്ങളുണ്ട്. 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ വേണമെന്ന് ഓർപ്പിക്കാം. സദൃശവാക്യത്തിലേക്ക് വന്നാൽ, സദൃശവാക്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആ ഭാഗം എഴുതിയിട്ടുള്ളത്. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചു. പ്രാരംഭത്തിൽ മതി. ആ വാക്ക് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. വായിച്ചോളൂന്നൂടെ. തൻ്റെ വായുടെ ഫലത്താൽ. അപ്പം നന്മ കിട്ടുന്നതിൽ വായ്ക്ക് ഒത്തിരി പങ്കുണ്ട്. വായുടെ ഫലത്താൽ. അപ്പം ഓർത്തോണം, നമ്മൾ പറയത്തില്ലേ, അവൻ്റെ വല്ലതൊക്കെ കൊടുക്കണമെന്ന് ഓർത്തതാ, അല്ലെ വല്ല ചെയ്യണമെന്ന് ഓർത്തതാ, പക്ഷെ അവൻ്റെ സംസാരം കേട്ടപ്പം അങ്ങനെ പറഞ്ഞിട്ടില്ലേ പലരെക്കുറിച്ചും. ചിലരെയൊക്കെ നമുക്ക് സഹായിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പറയത്തില്ലേ, പുള്ളി ഒന്ന് രക്ഷപ്പെടുത്തണമെന്നൊക്കെ ഓർത്തു, പക്ഷേ അവൻ്റെ വർത്തമാനം കേട്ടപ്പം നന്മ എന്തോ എങ്ങനെയാ പോയത്?
വായുടെ ഫലത്താല. വളരെ ഗൗരവത്തോടെ നമ്മൾ ഓർക്കുക, എൻ്റെ നാവ് എൻ്റെ നന്മയെ തടയുന്ന. സദൃശവാക്യത്തിൽ തന്നെ ഒരു വാക്യം കൂടെ, വചനാഭാവം ഒന്നും വിശദീകരിക്കുന്നില്ല, 21-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ വായും നാവും ഞാൻ സൂക്ഷിച്ചാൽ എൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന്, കാരണം നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ തല്ലുകൊള്ളാതിരിക്കാൻ നാവൊക്കെ അങ്ങ് സൂക്ഷിച്ചാൽ മതി. വായും നാവും സൂക്ഷിച്ചാൽ എൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കാൻ എനിക്ക് കഴിയും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ വായും നാവും സൂക്ഷിപ്പാനുള്ള കൃപ തരണമേ, കഷ്ടങ്ങളിൽ നിന്നുള്ള വിടുതൽ എൻ്റെ നാവിന്മേലുണ്ട്. യെസ്, ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒത്തിരി ചരിത്രങ്ങളുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങുന്നില്ല, ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തോട്, കർത്താവേ എൻ്റെ നാവ്, യാക്കോബിൻ്റെ ലേഖനം വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഇത് നരകത്തിക്കൊണ്ടെത്തിക്കുന്നതാണ്, എൻ്റെ പല നന്മകളെ ഇല്ലാതാക്കുന്നതാണ്. എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഈ നാവുണ്ട്. ഈ നാവ് കൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവർക്കെതിരെ വേണ്ടാത്തത് പറവാനും ഈ നാവിനെ ഞാൻ ഉപയോഗിച്ചാൽ, കർത്താവേ എൻ്റെ ജീവിതം ഒരു ദുരിതത്തിലേക്കാകും, എൻ്റെ ജീവിതം കഷ്ടത്തിലേക്കാകും, അതിനിട വരരുത് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനിയും ഒരു ഭാഗം കൂടെ പറഞ്ഞോട്ടെ. നിത്യതയിലെത്തുമ്പോൾ എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞതിന് പ്രതിഫലമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ്. ഇവിടുത്തെ ജീവിതം ക്ഷണികമാണ്, എത്രയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യൻ്റെ ആയുഷ്കാലം 70 വചനം പറയുന്നു. ഏറെയായാൽ, അപ്പം ദൈവം നിശ്ചയിച്ചേക്കുന്ന 70, എക്സ്ട്രാ 10 കൂടെ കിട്ടിയാൽ 80, ചിലപ്പോൾ അതിലും മേളിപ്പോയാൽ നല്ലത്. അതൊക്കെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ പോയെന്നും ഇരിക്കും. എത്രയോ പേര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. എന്നാൽ ഈ ക്ഷണഭങ്കുരമായ ഈ ലോകത്തിലെ ജീവിതത്തിൽ പോലും എൻ്റെ നാവിന് പ്രാധാന്യമുണ്ടെങ്കിൽ നിത്യതയിലെത്തുമ്പോൾ ഇതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. സ്വർഗത്തിൽ എനിക്ക് കിട്ടുന്ന പല പ്രതിഫലങ്ങളും എൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ദൈവം അതൊക്കെ നോക്കും. ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ സ്ഥാനാപതിയായിട്ടാണ് എന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്, അംബാസിഡറാണ്. സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് എൻ്റെ ഭവനം. നമ്മളത് ഓർത്തോണം. അങ്ങനെയെങ്കിൽ നമുക്കറിയാമല്ലോ, ഓരോ രാജ്യങ്ങളുടെയും എംബസികൾ, അത് ആ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് അവിടെ കാണിക്കുന്നത്. അവിടുത്തെ അംബാസഡേഴ്സ് ആ രാജ്യത്തിൻ്റെ ആ മാന്യതയ്ക്കനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ കർത്താവ് എന്നെ ആക്കിയിരിക്കുന്നത് ഒരു അംബാസഡറായിട്ടാണ്, സ്ഥാനാപതിയായിട്ടാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ വീട് ഒരു എംബസി ആയിരിക്കണം, സ്വർഗത്തിൻ്റെ ഒരു ചെറു പതിപ്പായിരിക്കണം. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവിടെ എന്നെ ആക്കിയപ്പോൾ എൻ്റെ ഭവനം സ്വർഗത്തിൻ്റെ ഒരു ചെറുപതിപ്പായി. എൻ്റെ ഭവനത്തിൽ വരുന്നവർ, എന്നെ കാണുന്നവർ, എന്നോട് ഇടപെടുന്നവർ ആ സ്വർഗം എന്നിലൂടെ കാണാൻ കർത്താവേ കൃപ തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, അക്കരയ്ക്ക് പോകേണ്ടവരാ, നിത്യതയ്ക്ക് എത്തേണ്ടവരാ. അവിടെ എത്തുമ്പോൾ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വളരെ ഗൗരവത്തോടെ എൻ്റെ ജീവിതത്തെ നയിച്ചേ പറ്റത്തുള്ളൂ. ഒരിക്കൽ 5 സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു നദിക്കക്കരെ നെല്ല് കൊയ്യാനായിട്ട് കടന്നുപോയൊരു ചരിത്രം, കഥയാകാം. ഇവർ 5 പേരും കൂടെ കൊയ്തെടുക്കാനുള്ള കത്തിയും കൊണ്ട് ആറ്റുകടവിലെത്തിയപ്പോൾ വള്ളമില്ല. സാധാരണ വള്ളത്തിനാണ് പോകുന്നത്. അന്ന് ചെന്നപ്പം വള്ളം കാണാനില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, വള്ളം വരുമോ? വള്ളം വന്നില്ല. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, 5 പേർക്ക് നീന്തറിയാമല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, നീന്തി അക്കരയ്ക്ക് പോകാം. ശരി, ആയിക്കോട്ടെ, സമയം കളയണ്ട, പോയി കൊയ്തെടുക്കണമല്ലോ. നീന്താമെന്ന് പറഞ്ഞ് നീന്താൻ തുടങ്ങിയപ്പോൾ ഒരാൾ പറഞ്ഞു, കത്തി എങ്ങനെയാ? കൂട്ടത്തിൽ ലീഡർ പറഞ്ഞു, അത് കടിച്ചു പിടിക്കാം, നമുക്ക് അരക്കി വെച്ചാൽ ചിലപ്പോൾ അഴിഞ്ഞു പോയെങ്കിൽ, ഇനി അഥവാ മുറിവേറ്റെങ്കിൽ, അതുകൊണ്ട് കത്തി കടിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് നീന്താം. നീന്താരംഭിച്ചു. അല്പം മുന്നോട്ട് ചെന്നപ്പം കൂട്ടത്തിലൊരുത്തൻ ചോദിച്ചു, എല്ലാവരുടെയും വായി കത്തിയുണ്ടോ? ഇവൻ്റെ കത്തി. അതിന് മറുപടി ഒരുത്തൻ പറഞ്ഞു, എൻ്റെ വായിലുണ്ട്. അവൻ്റെ കത്തി. മൂന്നാമത് ഇച്ചിരി പ്രായമുള്ള ഒരുത്തനാ, എടാ വാ തുറന്ന കത്തി പോകുമെന്ന്. അവൻ്റെ കത്തി എന്തി?
അതും വെള്ളത്തിൽ പോയി. 4-മത്തെ ലീഡറാണ്, അവനങ്ങ് അരിശം കയറി. നിന്നോടൊക്കെ എത്ര പറഞ്ഞാലും അവൻ്റെ കത്തിയും പോയി. ഇപ്പോൾ ഒറ്റ ഒരുത്തൻ്റെ വായിലേ ഉള്ളൂ. അപ്പോൾ ഈ 4 പേർക്കൊരു രസം, ഇനി ഇവൻ്റെ കത്തിയോടെന്ത് ചെയ്യണം? ഇവർ കത്തിപ്പോയവന് അക്കരെ ചെന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അക്കരെ ചെല്ലാമെന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഈ 4 പേരും കൂടി ഇവനെ അങ്ങ് പ്രകോപിക്കാൻ തുടങ്ങി. എന്തെല്ലാം പറഞ്ഞിട്ട് ഇവൻ വാ തുറക്കുന്നില്ല. ഒടുവിൽ കരയോടടുക്കാറായപ്പം ഇവരുടെ പ്രകോപനം അങ്ങ് കൂടിയപ്പോൾ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വാ തുറക്കത്തില്ല. ഇപ്പം ഈ 5 പേരോട് എത്തി. എന്തിനാ ചെന്ന്? കൊയ്യാനാ? വല്ലതും കിട്ടിയോ? കൊയ്യാൻ പോയവരാ. എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ടെ? നമ്മളൊക്കെ എങ്ങോട്ട് പോകാനുള്ളവരാ? അക്കരയ്ക്ക് പോകാനാ. അക്കരെ ചെല്ലുമ്പം വല്ലതും വേണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? കത്തി കളയരുത്. അക്കരെ ചെല്ലാൻ വിളിക്കപ്പെട്ടവരാ, അക്കരയ്ക്ക് പോകാനുള്ള കൃപ കിട്ടിയവരാ. പക്ഷെ അവിടെ ചെന്ന് ചിലതൊക്കെ കൊയ്തെടുക്കണമെങ്കിൽ എൻ്റെ വാ തുറക്കേണ്ടിടത്തേ തുറക്കാവുള്ളൂ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ആ ഭക്തൻ്റെ പ്രാർത്ഥന ഒന്നുകൂടെ വാക്യം വായിച്ചാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3-ാം വാക്യം 141. എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം. ദൈവത്തോട് ദൈവമക്കളെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി കർത്താവ് വേഗത്തിൽ എൻ്റെ അടുക്കൽ വരണമെങ്കിൽ, വേഗം വരണമേ എന്ന് പ്രാർത്ഥിച്ച ഭക്തൻ ഈ ഒരു വാക്കോട് എടുത്തു പറയുകയാണ്, കർത്താവേ, അങ്ങ് വേഗം ഓടി വരണം. ശൗൽ എന്നെ നിഗ്രഹിക്കാൻ പോകുന്നു, തകർക്കാൻ പോകുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കാൻ പോകുന്നു, ഭാവി നശിപ്പിക്കാൻ പോകുന്നു. ഇതിൻ്റെ നടുവിലും വേണ്ടാത്തത് പറയാതിരിപ്പാൻ എൻ്റെ നാവിന് ഒരു കാവൽ തരണം കർത്താവേ. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചരിത്രമൊക്കെ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാവീദിൻ്റെ നാവിൽ നിന്നും ശൗലിനെതിരെ വേണ്ടാത്തതൊന്നും വന്നില്ല. തകർക്കും, ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജാവും സൈന്യം മുഴുവൻ ഒരു മനുഷ്യൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവരുടെ നാവിൽ നിന്ന് വേണ്ടാത്ത പലത് വരുന്നുണ്ട്. എന്നാൽ ഭക്തൻ്റെ പ്രാർത്ഥന, എൻ്റെ നാവിൽ നിന്ന് എന്നെ ഇല്ലാതാക്കുന്നവർക്കെതിരെ പോലും ഒന്നും വരരുത്. റിസൾട്ട് നമുക്കറിയാം. യാത്രാമധ്യേ ശൗൽ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ദാവീദ് സിംഹാസനത്തിൽ രാജാവായി ഇരുന്നതിൻ്റെ കാരണം ഈ ഒരു പ്രാർത്ഥന കൂടെ ആയിരിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയും ഇതാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ മറ്റൊന്നും ഒത്തിരി ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും സാരമില്ല. എൻ്റെ ആവശ്യമൊക്കെ എൻ്റെ ദൈവത്തിന് അറിയാം. തക്ക സമയത്ത് എനിക്ക് വേണ്ടതൊക്കെ തരാൻ എൻ്റെ ദൈവം വിശ്വസനാണ്. എൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ, എൻ്റെ ആത്മീയമായ ആവശ്യങ്ങൾ, എൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ, എൻ്റെ തലമുറയുടെ ആവശ്യങ്ങൾ, എൻ്റെ ഭവനത്തിൻ്റെ ആവശ്യങ്ങൾ, ഇതെല്ലാം ഞാൻ പറയാതെ തന്നെ തരാൻ എൻ്റെ ദൈവത്തിന് അറിയാം. എൻ്റെ ദൈവം വിശ്വസന. എന്നാൽ നമ്മൾ ദൈവത്തോട് അധികമായി പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എനിക്ക് വീട് തരണം, കാറ് തരണം, മക്കൾക്ക് ജോലി തരണം. ഇതൊക്കെ നല്ല കാര്യം. അതൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തണം കർത്താവേ. എൻ്റെ അധരദ്വാരത്തെ കാക്കണം കർത്താവേ. ദൈവഹിതമല്ലാത്തതൊന്നും എന്നിലൂടെ പുറത്തു വന്ന് കർത്താവേ, എൻ്റെ പ്രാർത്ഥന തടയപ്പെടാനിട വരരുത്. ഓ ഹല്ലേലൂയ. വേഗത്തിൽ വരാൻ എൻ്റെ കർത്താവ് എൻ്റെ അടുക്കലേക്ക് ആവശ്യപ്പെട്ടപ്പോൾ, എൻ്റെ കർത്താവ് വേഗത്തിൽ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ, എന്നിലൂടെ ദൈവഹിതമല്ലാത്തത്, എൻ്റെ ധ്യാനങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ, കർത്താവെ, പ്രസാദകരമല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങയ്ക്ക് എൻ്റെ അടുക്കൽ വരാൻ കഴിയത്തില്ലല്ലോ. നമുക്ക് ആ കരങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാൻ വലിയവനായ കർത്താവ് നമ്മളെ അതിന് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് ഇവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക്